ഓം കാർപ്പണ്യദോഷോപഗതസ്വഭാവകവൃക്ഷാമത്താം ധർമ്മസുമൂഢചേതഃ ശ്രേയസ്യാ നിശ്ചിതം ബ്രൂഹി തന്മേ ശിഷ്യസ്തേഹം ശാതിമാം താം പ്രപന്നം. ഓം നമോ ഭഗവതേ വാസുദേവായ. നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഗീതയിലെ മോക്ഷസന്യാസ യോഗത്തിലെ 18-ാം അധ്യായത്തില് 66-ാമത്തെ ശ്ലോകം തൊട്ട് 70 വരെയുള്ളതാണ് നമുക്ക് ശ്രദ്ധിക്കേണ്ടത്. കഴിഞ്ഞ 65-ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറഞ്ഞു, മന്മനാഭവൻ മദ്ഭക്ത പന്ധ്യാജി മാം നമസ്കുരു മാമേ വൈശ്യസി സത്യം തേ പ്രതിജാനേ പ്രിയോ അസിമേ. ഭഗവാനിൽ തന്നെ മനസ്സുറപ്പിച്ച് അനന്യഭക്തനായിട്ട് മാറി ഭഗവാനായിക്കൊണ്ട്, അല്ലെങ്കിൽ ഭഗവാന്റെ സമർപ്പണ ബുദ്ധിയോടുകൂടി യജ്ഞഭാവനയോടുകൂടി ഫലേച്ഛയില്ലാതെ ഞാനെന്ന കേമത്വം കാണിക്കാതെ കർമ്മങ്ങൾ, സ്വകർമ്മങ്ങളെ യഥാവിധി അനുഷ്ഠിക്കുന്നവനായിട്ട് ഭവിക്കുക. ഭഗവാനെ അനന്യമായിട്ട് യാതൊരു സങ്കോചവും കൂടാതെ നമസ്കരിക്കുക. അങ്ങനെയാണെങ്കിൽ ഭഗവാൻ നമ്മളെ ഭഗവാനിൽ തന്നെ ചേർക്കും, അതായത് ഭഗവാനിൽ തന്നെ പ്രാപിക്കുമെന്നും അതിനായിക്കൊണ്ട് നിനക്കിന്റെ മുമ്പിൽ ഞാനിതാ പ്രതിജ്ഞ ചെയ്യുന്നു എന്ന് പറയുന്നു. 66-ാമത്തെ ശ്ലോകത്തിൽ എന്താണ് പ്രതിജ്ഞ എന്ന് പറയുന്നത്? സർവധർമാൻ പരിത്യജ മാമേകം ശരണം വ്രജ അഹം ത്വാ സർവപാപേഭ്യോ മോക്ഷയിഷ്യാമി മാ ശുച. എന്താണ് ഭഗവാൻ പ്രതിജ്ഞ ചെയ്യുന്നത്? സകല ധർമ്മങ്ങളെയും, എപ്രകാരം? സകല ധർമ്മങ്ങളെയും ഉപേക്ഷിച്ചിട്ട് നീ എന്നെ തന്നെ ശരണം പ്രാപിക്കുക. ഞാൻ നിന്നെ എല്ലാ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കാം. നീ വ്യസനിക്കേണ്ട. സർവധർമാൻ പരിത്യജ എന്ന പദപ്രയോഗം പല വ്യാഖ്യാന ഭേദങ്ങൾക്കും എല്ലാ കർമ്മങ്ങളും ഉപേക്ഷിച്ചിട്ട് ഭഗവാനെ ശരണം പ്രാപിക്കുക എന്നല്ല അർത്ഥമാക്കേണ്ടത്. സർവധർമ്മങ്ങളും ത്യജിക്കുമ്പോൾ സർവകർമ്മങ്ങളും ത്യജിക്കേണ്ടി വരില്ലേ? സർവ കർമ്മത്യാഗമാണോ ഇവിടെ ഉപേക്ഷിക്കുന്നത് എന്ന് പലർക്കും തോന്നാം. പക്ഷെ അത് അങ്ങനെയല്ല. നമ്മുടെ കർത്തവ്യ കർമ്മങ്ങൾ അഥവാ കർമ്മബന്ധനത്തിൽപ്പെട്ടിരിക്കുന്ന കർമ്മങ്ങളെ യഥാവിധി സ്വഭാവം അനുസരിച്ചുകൊണ്ട് തന്നെ ചെയ്ത് തീർത്ത് അതിനുശേഷം, അതായത് ഈശ്വരനെ സർവാത്മന ശരണം പ്രാപിച്ചുകൊണ്ട് യജ്ഞഭാവനയോടുകൂടി സ്വന്തം കർമ്മങ്ങളെ പൂർവജന്മാർജിതമായിട്ടുള്ള സ്വഭാവം അനുസരിച്ചുള്ള ജന്മവാസനയും കർമ്മവാസനയും അനുസരിച്ചുകൊണ്ട് ആ കർമ്മങ്ങളെ ഈശ്വരനുള്ള സമർപ്പണമായിക്കൊണ്ട് ഫലേച്ഛയില്ലാതെ യജ്ഞഭാവനയോടെ ചെയ്തതിന് ശേഷം ഭഗവാനെ ശരണം പ്രാപിച്ചാൽ ആ കർമ്മങ്ങളെ, കർത്തവ്യ കർമ്മങ്ങളെ ഈശ്വര സ്മരണ നിലനിർത്തിക്കൊണ്ട് ഈ യജ്ഞഭാവനയോടെ ചെയ്യുന്നവർക്ക് കർമ്മത്തിന്റെ ഗതിവിഗതികൾ കൊണ്ട് ചിലപ്പോൾ അറിഞ്ഞോ അറിയാതെയോ 3 തരത്തിലുള്ള പാപ പുണ്യകർമ്മങ്ങളൊക്കെ വന്നു ഭവിച്ചു എന്നിരിക്കും. കർമ്മത്തിന്റെ ഫലത്തെ പറ്റി 3 തരം ഫലത്തെ പറ്റിയൊക്കെ ഭഗവാൻ ഇതിനു മുമ്പ് ഇതേ അധ്യായത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. ദുഃഖകരമാകാം, സുഖകരമാകാം, സുഖദുഃഖകരമാകാം. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ആ കർമ്മത്തിന്റെ ഗതി കൊണ്ട്, ഗതി ഗഹനമാണെന്ന് ഭഗവാൻ തന്നെ പറഞ്ഞിട്ടുണ്ട് 4-ാം അധ്യായത്തില്. അപ്പൊ ആ ഗതി അനുസരിച്ചുകൊണ്ട് ഏതെങ്കിലും വിധത്തിൽ നമുക്ക് കുറവുകളോ കുറ്റങ്ങളോ പോരായ്മകളോ വന്നാൽ പോലും അതെല്ലാം ക്ഷമിച്ച് പാപരാഹിത്യം തന്ന് ഭഗവാൻ നമ്മളെ ചേർത്തുകൊള്ളുന്നാണ് പറഞ്ഞത്. അപ്പം ഒറ്റ കാര്യം ശ്രദ്ധിച്ചാൽ മതി. ഈശ്വര സ്മരണ നിർത്തിക്കൊണ്ട് നമ്മുടെ സ്വഭാവം അനുസരിച്ചുള്ള കർമ്മം എന്ത് തന്നെ ആയാലും സമർപ്പണ ബുദ്ധിയോടെ യജ്ഞഭാവനയോടെ ചെയ്താൽ അതിൽ നിന്ന് എന്തെങ്കിലും ദോഷം ഉണ്ടായാലും അഹം ത്വാ സർവപാപേഭ്യോ മോക്ഷയിഷ്യാമി മാ ശുച. ഇതാണ് ഏറ്റവും വലിയ യോഗക്ഷേമം. ഇതാണ് ഭഗവാന്റെ പ്രതിജ്ഞ. അപ്പം നമ്മള് എന്ത് ചിന്തിക്കുന്നത്? എന്തെങ്കിലുമൊക്കെ ചെയ്യാതിരിക്കാൻ ജനിച്ചാൽ മരണം വരെ പ്രകൃതി ഗുണങ്ങളെ കൊണ്ട് തന്നെ നമ്മൾ പ്രവർത്തിക്കേണ്ടി വരും എന്ന് ഭഗവാൻ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. നഖി കശ്ചിക്ഷണം അവിജാത ദുഷ്ട. ജനിച്ചാൽ മരണം വരെ അനങ്ങാതിരിക്കാൻ പറ്റുന്ന പ്രശ്നമില്ല. അത് പ്രകൃതിയുടെ ഗുണങ്ങളെ കൊണ്ട് തന്നെ നമുക്ക് അനങ്ങാതിരിക്കാൻ സാധ്യമല്ല. ആദ്യ ശ്വാസം എന്നെടുക്കണമെന്നും അവസാന ശ്വാസം എന്ന് വിടണമെന്നും അതാണ് ജനന മരണങ്ങൾക്കിടയിലുള്ള 2 നിമിഷങ്ങൾ. അപ്പൊ അതിനിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാതിരിക്കാൻ സാധ്യമല്ല. ആ ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ ഈശ്വര സ്മരണയോടെ ചെയ്താൽ അതിൽ നിന്ന് എന്തെങ്കിലും ദോഷങ്ങൾ ഉണ്ടായാൽ പോലും അതെല്ലാം ക്ഷമിച്ച് ഭഗവാനിൽ ചേർത്തുകൊള്ളാന്ന് പറയുന്നു.
അതാണ് മായയെ ജയിക്കാനുള്ള ഏറ്റവും വലിയ സമർപ്പണ ബുദ്ധി എന്ന് പറയുന്നത്. അതാണ് ഭഗവാൻ 9-ാം അധ്യായത്തിൽ പറഞ്ഞത്. ഏറ്റവും വലിയ പൂജ എന്ന് പറയുന്നത് തന്നെ ചിന്തിക്കുന്നതും പറയുന്നതും നിങ്ങൾ ഏതേത് മേഖല, അടുക്കളയിൽ പോയി ജോലി ചെയ്യുന്നവരായിക്കോട്ടെ, ബാക്കിയുള്ള പരിചാരകർമ്മം ചെയ്യുന്നവരായിക്കോട്ടെ, കൃഷി ചെയ്യുന്നവരായിക്കോട്ടെ, ബിസിനസ് ചെയ്യുന്നവരായിക്കോട്ടെ, ഗോക്കളെ പാലിക്കുന്നവരായിക്കോട്ടെ, ഏതേത് കർമ്മങ്ങളിൽ മുഴുകിയിരിക്കുന്നവരായാലും, രാജ്യരക്ഷയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരായിക്കോട്ടെ, ബ്രാഹ്മണനായിക്കോട്ടെ, ഈക്വലൈസേഷന്റെ എല്ലാവർക്കും വേണ്ടിയിട്ട് ഭഗവാൻ ഒരേ ഒരു മാർഗം പറയും, എന്നെ സ്മരിച്ചുകൊണ്ട് ചെയ്തു. ഭഗവാന്റെ സഖേയജ്ഞ ഭാവന എന്താണെന്ന് പറഞ്ഞു. ആ സഖേയജ്ഞ ഭാവനയോടെ തന്നെ നമ്മളോടും ചിന്തിക്കാനും പറയാനും പ്രവർത്തിക്കാനും പറയും. അതായത് ഈശ്വരഹിതം അനുസരിച്ച് പ്രവർത്തിക്കൂ. അങ്ങനെയാണ് ഈശ്വരൻ നമ്മളിൽ പ്രസാദിക്കും. ആ പ്രസാദിക്കുന്ന കൂട്ടത്തില് അറിഞ്ഞോ അറിയാതെ എന്തെങ്കിലും 100% ആരും പെർഫെക്റ്റ് അല്ല എന്ന് ഭഗവാൻ അറിയാം. കാരണം നമ്മുടെ സ്വഭാവം ഒരേപോലെ പ്രവർത്തിച്ച് ഒരു ദിവസം തന്നെ വ്യത്യസ്ത എത്രയെത്ര ഭാവങ്ങളാണ് നമുക്ക് പ്രകടമാകുന്നത്. നമ്മുടെ സ്വഭാവത്തിൽ തന്നെ രാവിലെ എഴുന്നേൽക്കുന്ന സ്വഭാവമായിരിക്കില്ല കുറച്ച് കഴിയുമ്പോൾ, വൈകുന്നേരം ആകുമ്പോഴത്തേനും, ഇല്ലെങ്കിൽ ഓരോ ഭാവങ്ങൾ ഓരോ സമയത്തും ഓരോ സംഗതിയായിട്ട് നമ്മുടെ കാഴ്ചപ്പാടും വീക്ഷണങ്ങളും ഓരോരുത്തരും സമീപിക്കുമ്പോഴും ഓരോ കർമ്മങ്ങളുമായിട്ട് സമീപിക്കുമ്പോഴും വ്യത്യസ്ത ഭാവനയും ഇല്ലെങ്കിൽ ശ്രദ്ധയും ഒക്കെ ഉണ്ടാകും. ശ്രദ്ധ തന്നെ ഒരു കാര്യത്തിലുള്ള പോലെ തന്നെ എല്ലാ കാര്യത്തിലും ഒരേപോലെ ശ്രദ്ധ ഉണ്ടാവില്ല. അപ്പൊ ഇങ്ങനെയൊക്കെ വരുന്ന അതിൽ നിന്ന് കർമ്മത്തിന്റെ ഗതിവിഗതികൾ കൊണ്ട് നമുക്ക് തീർച്ചയായിട്ടും എന്തെങ്കിലുമൊക്കെ കുറവും കുറ്റവും ശ്രദ്ധ കൂടിക്കഴിഞ്ഞാൽ വളരെ ശ്രേഷ്ഠവും ഒക്കെ ആയിട്ട് ഓരോ കർമ്മങ്ങൾ ചെയ്യാൻ സാധിക്കും. അപ്പൊ ഈശ്വര സ്മരണയോടുകൂടി എന്ത് തന്നെ ചെയ്താലും അതിൽ നിന്ന് എന്തെങ്കിലും ദോഷമുണ്ടായാൽ അഹം ത്വാ സർവപാപേഭ്യോ എന്ന് ഭഗവാൻ പറഞ്ഞു. എന്തെങ്കിലും കർമ്മം അവസാനിക്കുകയും വേണം. കാരണം എല്ലാ കർമ്മങ്ങളും എന്തെങ്കിലുമൊക്കെ ദോഷത്തിലാണ് ചെന്ന് അവസാനിക്കുക. എന്നാൽ എല്ലാ കർമ്മങ്ങളിൽ നിന്ന് യഥാർത്ഥ അനുഭവജ്ഞാനം ലഭിക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞു. ആ ജ്ഞാനമാണ് ഏറ്റവും ശ്രേഷ്ഠം. അപ്പോൾ ആ ജ്ഞാനത്തെ ആർജിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഏതെങ്കിലും കർമ്മം ചെയ്യുമ്പോൾ അതിൽ നമുക്ക് തന്നെ ചില ക്ലേശങ്ങളുണ്ടാവും, വിദ്യാദി ദോഷങ്ങൾ പാലിക്കും. അത് വന്ന് ബാധിക്കുമ്പോൾ ചിലപ്പോൾ ദോഷങ്ങൾ നമ്മൾ അറിയാതെ ദോഷങ്ങളൊക്കെ സംഭവിക്കാം. നമ്മുടെ പ്രവൃത്തി കൊണ്ട് തന്നെ നമുക്ക് തന്നെ ചിലപ്പോൾ ക്ഷതം വരുന്ന വിധത്തിൽ എന്തെങ്കിലുമൊക്കെ സംഭവിക്കും. അങ്ങനെയൊക്കെ സംഭവിച്ചാലും പാപരാഹിത്യം ഭഗവാൻ തരാന്ന് പറഞ്ഞത്. പക്ഷെ ഒറ്റ കാര്യമുള്ളൂ, നമ്മുടെ ചിന്തയും വാക്കും പ്രവൃത്തികളും ഈശ്വരനുള്ള സമർപ്പണമായിരിക്കണം. ഒരു പ്രാവശ്യമെങ്കിലും ഭഗവാനെ നമസ്കരിക്കാൻ ഭഗവാന്റെ മുമ്പിൽ തലകുനിക്കാൻ യാതൊരു സങ്കോചവും കാണിക്കരുത്. ആ ശരീരം കൊണ്ട് പറ്റുന്ന അത്രയും കാലത്തോളം വീണ് നമസ്കരിക്കാൻ ഒരു മടിയും കാണിക്കരുത്. ചില സമയത്ത് ഒരു പ്രായത്തിലൊക്കെ ചിലപ്പോൾ നമുക്ക് ഭഗവാനെ സാഷ്ടാംഗം നമസ്കരിക്കാനൊന്നും സാധിച്ചില്ല എന്നിരിക്കും. അപ്പം മനസ്സുകൊണ്ട് നമസ്കരിക്കാം, മനസ്സുകൊണ്ട് പൂജിക്കാം. മനസ്സൊരിക്കലും തളരില്ല, മനസ്സിനൊരിക്കലും മരണമില്ല. കാരണം മനസ്സ് ഈശ്വരന്റെ വിഭൂതിയാണ്. ഇന്ദ്രിയങ്ങളിൽ മനസ്സ് ഞാനാകുന്നു എന്ന് പറയുന്നത് മനസ്സിന്റെ പ്രത്യക്ഷ മനസ്സെന്ന് പറയുന്നത് ഈശ്വര സ്വരൂപമാണ്. അതുകൊണ്ട് ആ മനസ്സുകൊണ്ട് നമ്മുടെ ശരീരം കൊണ്ടൊന്നും ചെയ്യാൻ സാധിക്കാത്ത ഒരവസരം വന്നാൽ പോലും അങ്ങനെ ഒരു അവസരം കൂടെ ഉണ്ടാവും. അതും പ്രതീക്ഷിച്ചു കൊള്ളണം. നമ്മൾ എപ്പോഴും മരണം വരെ 100% പെർഫെക്റ്റ് ആയിട്ട് ശരീരത്തെ ഉപയോഗിക്കാൻ പറ്റും എന്നും വിചാരിച്ചിരിക്കണ്ട. എത്ര സെഷനായിരുന്നാലും ശരീരത്തിന് ഏതെങ്കിലും വിധത്തിൽ ജീർണത വന്നു കഴിഞ്ഞാൽ അവിടെ മനസ്സ് തളരാതെ സൂക്ഷിച്ചാൽ അവിടെ മനസ്സുകൊണ്ട് നമുക്ക് പ്രണവമന്ത്രം ജപിച്ചുകൊണ്ട് ശരീരം ഉപേക്ഷിക്കാൻ സാധിക്കും എന്നുകൂടി ഭഗവാൻ ഈ ആശ്രമധർമ്മങ്ങളിൽ പറയുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് സന്യാസം എന്ന് പറഞ്ഞാൽ തന്നെ ശരീരത്തെ വരെ ഉപേക്ഷിക്കാനുള്ള, ദേഹബോധത്തെ വിട്ട് ദേഹിബോധത്തിലേക്ക് എത്താനുള്ള ഒരു മാർഗമാണ്. അപ്പൊ അതുകൊണ്ട് ആ ഒരു തലത്തിലേക്ക് നമ്മളെ മനസ്സിനെ ഉയർത്തിക്കൊണ്ട് വരണം. അപ്പോൾ മാത്രമാണ് നമുക്ക് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് തന്നെ ശരീരം കൊണ്ട് വയ്യാതെ ആയാലും ഏതെങ്കിലും പാപദോഷങ്ങൾ കൊണ്ട് ശരീരത്തിന് പൂർവജന്മാർജിതമായ ദോഷങ്ങളെ കൊണ്ട് മാരാരാകുത്തിപ്പെട്ട് കിടക്കേണ്ടി വന്നാൽ പോലും അതെല്ലാം ക്ഷമിച്ച് ഭഗവാനെ ശരീരം ത്യജിക്കേണ്ട സമയത്ത് ഭഗവാനെ പ്രാപിക്കാൻ സാധിക്കും. അതാണ് ഇവിടെ പറഞ്ഞതിന്റെ ഉദ്ദേശം. അതുകൊണ്ട് സർവധർമാൻ പരിത്യജ മാമേകം ശരണം വ്രജ എന്ന് പറയുമ്പോൾ എല്ലാ കർമ്മങ്ങളും ഉപേക്ഷിച്ചിട്ട് പോകുകയല്ല, എല്ലാ കർമ്മങ്ങളും ഭഗവാനായി കൊണ്ടുള്ള സമർപ്പണമായിട്ട് ചെയ്ത് ആ കർമ്മത്തിൽ അകർമ്മത്തെ കാണുക. അതാണ് ബുദ്ധിമാന്റെ ലക്ഷണം എന്നൊക്കെ 4-ാം അധ്യായത്തിൽ ഭഗവാൻ പറഞ്ഞു. അപ്പൊ എന്ത് ചെയ്താലും എന്ത് ചിന്തിച്ചാലും പറഞ്ഞാലും ഒക്കെ അതൊക്കെ ഭഗവാനായിട്ടുള്ള സമർപ്പണമായി കഴിഞ്ഞാൽ നമ്മുടെ തന്നെ കർമ്മണോഖി വിബോധവ്യം ബോധവ്യം ച കർമ്മണാഘ കർമ്മണശ്ച ബോധവ്യം ഗഗനാകർമ്മണോ ഗതി എന്ന് പറഞ്ഞു. ഒരിക്കലും കർമ്മം ചെയ്യാതിരിക്കാൻ ഭഗവാൻ ഉപദേശിച്ചിട്ടില്ല. ഇവിടെ സർവധർമാൻ പരിത്യജ എന്ന് പറഞ്ഞാൽ കർമ്മത്തെ ഉപേക്ഷിക്കാനല്ല പറഞ്ഞത്.
നമ്മുടെ ധർമ്മത്തെ പരിത്യജിക്കുക. അതായത് ചെയ്തതിന് ശേഷം അത് വേണ്ടത് നമ്മുടെ മനുഷ്യധർമ്മം എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് സ്വഭാവം അനുസരിച്ചുള്ള ധർമ്മം ക്ഷതം വരാതെയാണ് നമുക്ക് തന്നിരിക്കുന്നത്. അത് ക്ഷതം വരാതെ ഭഗവാനെ തിരിച്ചേൽപ്പിക്കണമെങ്കിൽ ഭഗവാൻ പറഞ്ഞതനുസരിക്കണം. അത് ചിന്തയിലും വാക്കിലും സമർപ്പണബുദ്ധിയോട് തന്നെ ചെയ്യാൻ സാധിക്കണം. ആ കർത്തവ്യ കർമ്മങ്ങൾ എന്തൊക്കെയാണെന്ന്, എപ്രകാരം, എന്താണ് സഹയജ്ഞ ഭാവന എന്നൊക്കെ, ആ സഖയജ്ഞ പ്രജാസൃഷ്ട പുരോവാച പ്രജാപതി അനേന പ്രസവിഷിത്വം യശവോസ്തുറ്റ കാമത് എന്ന് ഭഗവാൻ പറഞ്ഞു. അതനുസരിച്ചുകൊണ്ട് അതേ ഭാവനയിൽ തന്നെ നമ്മളോടും പ്രവർത്തിക്കാനാണ് പറയുന്നത്. ഈശ്വരൻ ഏത് ഭാവനയോടാണോ നമ്മളെ സൃഷ്ടിച്ച് പരിപാലിക്കുന്നത്, അതേ ഭാവനയോടെ ഈശ്വരനെ നമ്മളെ ഭജിക്കുക. അത് ഭജിക്കുമ്പോൾ തന്നെ ചെയ്യേണ്ട കാര്യം ചെയ്യേണ്ട സമയത്ത് ചെയ്യുക. എന്താണ് ചെയ്യാൻ പാടില്ലാത്തെന്നുള്ള ബോധമുണ്ടാകുക. അത് ചെയ്യാനുള്ള പ്രേരണ നമുക്ക് നൽകുന്ന ജീവാത്മാവ് നമ്മളിൽ അകർമ്മഭാവത്തിൽ വർത്തിക്കുന്നു. നിർഗുണ പരബ്രഹ്മമായിരിക്കുന്ന ഗുരുവായൂരപ്പൻ തന്നെയാണ് നമുക്ക് ആ കർമ്മത്തിന് പ്രേരണ നൽകുന്നത്. അതുകൊണ്ട് കർമ്മത്തിൽ അകർമ്മത്തെ കാണുന്നതാണ് സർവധർമ്മാൻ പരിത്യജ. എന്നിട്ടോ ആ കർമ്മത്തെ അകർമ്മഭാവത്തെ കണ്ടുകൊണ്ട് ആ സമയത്തും ഭഗവാനെ തന്നെ ശരണം പ്രാപിക്കുക. അങ്ങനെയെങ്കിൽ അഹം ത്വാ സർവപാപേഭ്യോ മോക്ഷയിഷ്യാമി മാ ശുചഃ. അപ്പം എത്രയൊക്കെ ശ്രദ്ധയും ഈ ന്യായാന്യായങ്ങളൊക്കെ വിശദീകരണം ഭഗവാൻ പറഞ്ഞാലും, ശ്രേയമാർഗത്തെ പറ്റി കർമ്മം എങ്ങനെയാ ചെയ്യേണ്ടത്, യോഗസ്ഥനായിക്കൊണ്ട് കർമ്മം ചെയ്യാനൊക്കെ പറഞ്ഞാലും, ആ കിട്ടുന്നതിലും കിട്ടാത്തതിലും സമബുദ്ധി കൊണ്ടുവരണമെന്നൊക്കെ പറഞ്ഞാൽ, ഈ സമബുദ്ധി എന്നൊക്കെ പറയുന്നത് നമുക്ക് പറയുമ്പോൾ എളുപ്പമാണ്, പക്ഷെ പ്രവൃത്തിയിൽ വരുമ്പോൾ അത് ഉണ്ടാവില്ല. പറയാനും കേൾക്കാനും ഒക്കെ എളുപ്പമാണ്. സിദ്ധ്യസിദ്ധിയോ സമഭൂത, പ്രത്യക്ഷമായിട്ടോ പരോക്ഷമായിട്ടോ എന്തെങ്കിലും ഫലിച്ച് ഇല്ലാതെ കർമ്മം ചെയ്യുന്നവരെ കിട്ടാൻ തന്നെ ബുദ്ധിമുട്ടാണ്. കാരണം എന്താ, അത് മനുഷ്യന്റെ ഏറ്റവും വലിയൊരു മായയാണ്. ഫലസിദ്ധി ഉദ്ദേശിച്ചുകൊണ്ടാണ് എന്ത് ചെയ്താലും എന്ത് പറഞ്ഞാലും അതിലൊക്കെ എന്ത് കിട്ടും എന്നുള്ളൊരു ചിന്ത മനസ്സിലുണ്ടായാൽ തന്നെ, ഇനി ഈശ്വരനെ മോക്ഷം വേണമെന്ന് ചിന്തിക്കുന്നത് തന്നെ, ഈശ്വരനെ പ്രാപിക്കണമെന്ന് പറയുന്നത് തന്നെ ഫലേച്ഛയാണ്. അപ്പൊ അത്തരത്തിലുള്ള യാതൊരു ചിന്തയും ഇല്ലാതെ ചെയ്യുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അപ്പൊ അതുകൊണ്ട് സർവധർമാൻ പരിത്യജ മാമേകം ശരണം പ്രജ അഹം ത്വാ സർവപാപേഭ്യോ മോക്ഷയിഷ്യാമി മാ ശുചഃ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ ഭഗവാനെ സ്മരിച്ചുകൊണ്ട് ചെയ്താൽ അതിൽ നിന്ന് പാപദോഷം ഇനി അഥവാ ഫലേച്ഛ ഉണ്ടായാൽ പോലും അതിൽ നിന്നെല്ലാം മോക്ഷം കിട്ടുന്നർത്ഥം. ആ എന്തെങ്കിലും ദോഷം, കർമ്മത്തിന്റെ ഗതി അനുസരിച്ചുകൊണ്ട് എന്തെങ്കിലുമൊക്കെ കർമ്മദോഷങ്ങൾ ഉണ്ടാകും, യാതൊരു സംശയവുമില്ല. കാരണം 100% പെർഫെക്റ്റ് ആയിട്ട് എല്ലായ്പ്പോഴും എല്ലാ കർമ്മങ്ങളും നമുക്ക് ചെയ്യാൻ സാധ്യമല്ല. നമ്മുടെ സ്വഭാവം അനുസരിച്ചുകൊണ്ട് പോലും ചെയ്യാൻ ശ്രമിച്ചാൽ പോലും 100% പെർഫെക്റ്റ് ആയിട്ട് എത്ര ശ്രദ്ധയോടെ ചെയ്താലും എന്തെങ്കിലുമൊക്കെ ഗതിവിഗതികൾ കൊണ്ട് അതിൽ നിന്ന് ദോഷങ്ങളുണ്ടാകും. കാരണം വിദ്യാദി ദോഷങ്ങളാണ് ആദ്യം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പൊ എല്ലാ കർമ്മങ്ങളിലും എന്തൊക്കെയോ ദോഷം ഉണ്ടാകും. എവിടെയെങ്കിലും അഗ്നി ഉണ്ടോ അവിടെ പുകയുണ്ടാവും, ഉറപ്പാ. അപ്പൊ അതിൽ ശുദ്ധി വരുത്തുക എന്ന് പറഞ്ഞാൽ എന്താ, ജ്ഞാനം ലഭിച്ചാൽ മതി. അതിൽ നിന്ന് അനുഭവജ്ഞാനം ലഭിച്ചാൽ ആ ജ്ഞാനമാണ് പവിത്രം. ഇപ്പൊ ദോഷങ്ങൾ ഉണ്ടായാലും വേണ്ടില്ല, അതിന്റെ ഗുണദോഷം തിരിച്ചറിയാൻ സാധിച്ചാൽ അത് തന്നെ കർമ്മത്തിന്റെ ഗതി നമ്മളെ ശുദ്ധിയിലേക്ക് നയിക്കും. അന്ധകരണ ശുദ്ധി ഉണ്ടാകാൻ നൽകും. ഏത് കർമ്മത്തിലും ഗുണവും ദോഷവും ഉണ്ടാകും. ഇനി ഈശ്വരന്റെ അനുഗ്രഹം കിട്ടിയാൽ പോലും അതിലുമുണ്ട് ദോഷമുണ്ട്, ഗുണമുണ്ടാകും. അപ്പൊ അതിൽ ഗുണദോഷങ്ങൾ വിവേചന ശക്തി കൊണ്ട്, വിശേഷ ബുദ്ധി കൊണ്ട് നമ്മൾ തിരിച്ചറിയാൻ സാധിച്ചാൽ തന്നെ അവിടെ നമുക്ക് ശ്രേയമാർഗം തിരിച്ചറിയാൻ സാധിക്കും. അപ്പൊ ഏറ്റവും വലിയ തിരിച്ചറിവ് എന്താ, ഏറ്റവും വലിയ വിശേഷ ബുദ്ധി എന്ന് പറയുന്നത് എന്താ, എല്ലാ കർമ്മങ്ങളിലും ദോഷമുണ്ടെന്ന് മനസ്സിലാക്കുക, ഗുണമുണ്ടെന്ന് മനസ്സിലാക്കുക. ആ ഏതുവിധ കർമ്മങ്ങളായാലും ഈശ്വര സ്മരണ നിലനിർത്തിക്കൊണ്ട് ചെയ്താൽ അതിൽ നിന്ന് എന്ത് ദോഷമുണ്ടായാലും അതിൽ നിന്നൊക്കെ മുക്തി നൽകും ഭഗവാൻ. അതൊരിക്കലും കർമ്മബന്ധനായിട്ട് നമ്മൾ അറിയാതെ ഇത് മനസ്സിലാക്കാതെ ചെയ്താൽ എന്താ കുഴപ്പമെന്ന് പറഞ്ഞാൽ, ഈ ദോഷങ്ങൾ അറിയാതെ വരുന്ന ദോഷങ്ങൾ പോലും പാപദോഷങ്ങളായിട്ട് മാറും. പുണ്യം ചെയ്താലോ അതിന്റെ സുഖം അനുഭവിക്കണം. അപ്പൊ കർമ്മബന്ധനത്തിന് കാരണമായിരിക്കുന്നത് ഈ ഫലേച്ഛയും ഫലവുമാണ്. അപ്പൊ അതില്ലാതിരിക്കണമെങ്കിൽ ഫലേച്ഛ ഇല്ലാതെ കർമ്മം ചെയ്താൽ മതി. അപ്പൊ അതിൽ ശുദ്ധി വരും. ഫലേച്ഛ ഇല്ലാതെ ചെയ്യുമ്പോഴാണ് ഭഗവാൻ ഈ പ്രതിജ്ഞ നടപ്പാക്കുക. അതിൽ നിന്ന് ദോഷം ഉണ്ടായാലും അത് ദോഷരഹിതമാക്കും. അതാണ് ഇവിടെ പറഞ്ഞതിന്റെ ഉദ്ദേശം.
ഇനി ഭഗവാൻ അർജുനോട് പറയുന്നത്, ഇതം തേ നാദപസ്കായ ന ഭക്തായ കഥാചന നാ സാശുഷേവ വാച്യം നജമാം യോ അഭ്യസൂയതി. ഈ ഭക്തിയുടെ രഹസ്യം അഥവാ ഗീതാശാസ്ത്രം തപസ്സില്ലാത്തവന് നീ ഒരിക്കലും ഉപദേശിക്കരുത്. ഭക്തിയില്ലാത്തവനും കേൾക്കാൻ താല്പര്യമില്ലാത്തവനും എന്നെ പരമാത്മാവിനെ അഥവാ ഈശ്വരനെ നിന്ദിക്കുന്നവനും ഇത് ഒരിക്കലും ഉപദേശിക്കരുത്. ഗീതാശാസ്ത്രം എന്ന് പറയുന്ന വെറുതെ ഒരു നമ്മള് ഭൗതിക വിഷയങ്ങൾ പഠിക്കുന്നത് പോലെ പഠിച്ചിട്ട് ഉപയോഗിക്കേണ്ട കാര്യമല്ല. അതുകൊണ്ട് കരയുന്ന കുട്ടിക്ക് പാല് കൊടുക്കാവുള്ളൂ. യഥാർത്ഥ ഭക്തിയോഗം എന്താണെന്ന് മനസ്സിലാക്കാൻ താല്പര്യമുള്ളവർക്ക് മാത്രമേ ഗീതോപദേശം നടത്താവുള്ളൂ. ഗീത ഒരു കാരണവശാലും ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ടോ മത്സരത്തിന് വേണ്ടിയിട്ടോ മത്സര ബുദ്ധിയോടോ നമുക്ക് ഭൗതിക നേട്ടങ്ങൾ അങ്ങനെയൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. മാനേജ്മെന്റ് സൈക്കോളജിയാന്ന് പറഞ്ഞിട്ട് പല ഡിപ്പാർട്ട്മെന്റും മാനേജിന് വേണ്ടിയിട്ട് ഗീതാശാസ്ത്രത്തിലെ ചില ശ്ലോകങ്ങളും ഇല്ലെങ്കിൽ ചിലയിടത്തൊക്കെ യോഗക്ഷേമം മഹാമ്യം എന്നൊക്കെ എഴുതി വെച്ചേക്കൊക്കെ ഉണ്ട്. അപ്പം ഇതിനെ ഈ ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടിയിട്ടല്ല ശരിക്കും ഗീതാശാസ്ത്രം പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും തപസ് ചെയ്യുന്നതിന്, അതായത് തപസ്സില്ലാത്തവൻ എന്ന് പറഞ്ഞാൽ ഈ ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും തപസ് ചെയ്യാത്തവൻ ഒരിക്കലും ഉപദേശിക്കരുത്. കാരണം നമുക്ക് വേണ്ട വിധി മനസ്സിലാക്കി ഉപയോഗിക്കാൻ കേപ്പബിലിറ്റി ഉണ്ട്. അതിൽ താല്പര്യമുള്ളവർക്ക് അത് കേട്ടാൽ വേണ്ട വിധത്തിൽ അത് ഉപയോഗിക്കും തന്റെ ജീവിതത്തിൽ എന്ന് ഉറപ്പുള്ളവർക്ക് മാത്രമേ ഗീത ഉപദേശിക്കാവുള്ളൂ. ആരെങ്കിലും വിളിച്ച് നിർബന്ധിച്ച് പിടിച്ചിരുത്തി ഉപദേശിക്കരുത് എന്ന് പ്രത്യേകം മനസ്സിലാക്കണം. ഒരിക്കലും ഗീതാശാസ്ത്രം മത്സരിക്കാൻ വേണ്ടിയിട്ടോ മത്സരത്തിന് വേണ്ടിയിട്ടോ, ഇപ്പൊ പലരും പ്രോത്സാഹിപ്പിക്കുന്നു പറഞ്ഞ ശ്ലോകങ്ങളൊക്കെ മത്സര ബുദ്ധിയോടെ സ്കൂളുകളിലാണെങ്കിലും ഇല്ലെങ്കിൽ ജില്ലാ തലത്തിലും സ്റ്റേറ്റ് തലത്തിലും ഒക്കെ പാരായണമൊക്കെ മത്സര ബുദ്ധിക്ക് കാര്യം അത് അവര് മത്സരബുദ്ധിയോടെ ആണെങ്കിലും പഠിപ്പിച്ചെടുക്കാം എന്ന് വിചാരിച്ചുകൊണ്ടാണ്. പക്ഷെ അങ്ങനെ മത്സരബുദ്ധിയോടുകൂടി ഇല്ലെങ്കിൽ അവർക്ക് സമ്മാനം കിട്ടാൻ വേണ്ടി പഠിച്ചാൽ ആ ഗീതാശ്രവങ്ങൾ അവർ ഒരിക്കലും ജീവിതത്തിൽ പ്രയോജനപ്പെടുത്തില്ല. മത്സരിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചാൽ അത് മത്സരത്തിൽ മാത്രം, ചിലപ്പോൾ സമ്മാനമൊക്കെ കിട്ടിയിരിക്കും നന്നായിട്ട്, അത് ഗാനം ചെയ്യുന്നവർക്ക് അതനുസരിച്ചുള്ള സമ്മാനമൊക്കെ കിട്ടിയിരിക്കും. പക്ഷെ അങ്ങനെയൊന്നും ഉപയോഗിക്കേണ്ട സാധനമല്ല, ഇല്ലെങ്കിൽ അങ്ങനെ ഉപയോഗിക്കേണ്ട ഒരു ശാസ്ത്രമല്ല ഗീതാശാസ്ത്രം എന്ന് ഈ ഒരു ഒറ്റ ശ്ലോകത്തിൽ തന്നെ ഭഗവാൻ വ്യക്തമാക്കി തരുന്നുണ്ട്. അതൊരിക്കലും അങ്ങനെയുള്ളവർക്ക് ഉപദേശിക്കുകയോ പഠിപ്പിച്ചു കൊടുക്കുകയോ ചെയ്യരുത്. ഭക്തി ഇല്ലാത്തവനും കേൾക്കാൻ താല്പര്യമില്ലാത്തവനും എന്നെ പരമാത്മാവിനെ ഈശ്വരനെ നിന്ദിക്കുന്നവനും ഈശ്വര വിശ്വാസമില്ലാത്തവരോ നിരീശ്വരവാദികളോ യുക്തിവാദികളോടോ ഒന്നും ഗീതാശാസ്ത്രം പറഞ്ഞിട്ട് വ്യാഖ്യാനിക്കാനോ ഇല്ല അവരെ അത് പറഞ്ഞ് മനസ്സിലാക്കാനോ ശ്രമിക്കരുന്ന, അതൊക്കെ ദുർവിനിയോഗം ചെയ്യുന്നവരെ പറ്റിയും കൂടെ ഇവിടെ ഭഗവാൻ സൂചിപ്പിക്കുന്നു എന്നർത്ഥം. അപ്പം തപസ് എന്ന് പറയുന്നത് തപസ്സുകൊണ്ട് നേടേണ്ടത് ആത്മസംയമനമാണ്. ഇപ്പൊ ഗീതാശാസ്ത്രം ക്ഷമയോടുകൂടി 18 അധ്യായം ശ്രമിച്ച് കേൾക്കാനെങ്കിലും അക്ഷരജ്ഞാനം ഇല്ലാത്തവർക്ക് പോലും കേട്ടാൽ തന്നെ ബോധമുണ്ട്. ഷഡ്പദങ്ങൾക്ക് വരെ അഥവാ സസ്യലതാദികൾക്ക് വരെ പുൽക്കൊടിക്ക് വരും ബോധമുണ്ടാകും എന്ന് ധ്യാനത്തിൽ തന്നെ പറയുന്നുണ്ട്. പക്ഷെ ആത്മസംയമനത്തോട് ശ്രദ്ധയോടെ കേട്ടാൽ തന്നെ നമ്മുടെ ഒരു ശ്ലോകത്തിലെ ഒരു എസൻസ്, ഒരു തത്വമെങ്കിലും നമ്മുടെ മനസ്സിൽ തറച്ചു കയറിയാൽ അത് നമ്മുടെ സ്വഭാവത്തെയും ജീവിതത്തെ തന്നെ മാറ്റിമറിക്കാനുള്ള കഴിവുണ്ട്. അതിൽ താല്പര്യമില്ലാത്തവനോട് പറഞ്ഞാൽ എന്താ, അത് വെറുതെ വേസ്റ്റായി പോവും. അത് അവന് ശ്രദ്ധയില്ലാതെ പിടിച്ചിരുത്തി ഇല്ലേ നിർബന്ധ ബുദ്ധിയാൽ പഠിപ്പിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അത് വേണ്ട വ്യക്തി മനസ്സിലാക്കുകയില്ല, അത് പ്രയോജനപ്പെടുകയില്ല. അതുകൊണ്ട് ഭഗവാനെ നിന്ദിക്കുകയില്ല, അല്ലെ ഈശ്വരനെ നിന്ദിക്കുന്നവരോട് ഒരിക്കലും ഗീത പറഞ്ഞു കൊടുക്കാനൊന്നും ശ്രമിക്കരുത്. ഭഗവാൻ ഇവിടെ ആചാര്യനായിട്ടാണ് മനുഷ്യനെ ഉപദേശിക്കുന്നത്, ഗുരുവിന്റെ സ്ഥാനത്ത് നിന്നുകൊണ്ടാണ് ഉപദേശിക്കുന്നത്. അപ്പോൾ ഈശ്വരനെയും ഗുരുവിനെയും നിന്ദിക്കുന്നവനും ഗീതോപദേശം സ്വീകരിക്കാൻ അർഹനല്ലെന്ന് കൂടി ഇതിൽ നിന്ന് മനസ്സിലാക്കണം. അതുകൊണ്ട് എന്നാൽ ആർക്ക് വേണ്ടി ആർക്കാണ് ഉപദേശിക്കാൻ പാടില്ലാത്തതെന്നും എന്നാൽ ആർക്കാണ് ഉപദേശിക്കേണ്ടതെന്നും കൂടി ഭഗവാൻ പറയുന്നു. ഭഗവാൻ പല ഘട്ടങ്ങളിൽ നമ്മൾക്ക് ശ്രദ്ധിച്ചാൽ അറിയാം, ഇത് സാധിക്കില്ല എന്ന് പറഞ്ഞാലും ഇങ്ങനെയാണെങ്കിൽ സാധിക്കുമെന്ന് പറയും. നെഗറ്റീവ് പറഞ്ഞാലും അത് സാധാരണ മയൽപ്പെട്ടവർക്ക് സാധിക്കില്ല എന്ന് പറഞ്ഞാലും അഭ്യാസം കൊണ്ട് സാധിക്കും. അപ്പം രണ്ടു വശവും നമ്മൾ എപ്പോഴും ഗുണവും ദോഷവും അത് സാധിക്കാത്തവർക്ക് ഒരിക്കലും ഇതിന്റെ പ്രയോജനം ലഭിക്കില്ല എന്നും പറയുന്നു.
അപ്പൊ നമ്മുടെ പൊതുവെയുള്ള സ്വഭാവം അത് ചെയ്യരുത്, ഇത് ചെയ്ത്, കുട്ടികളോടാണെങ്കിൽ അങ്ങോട്ട് പോരുത്, ഇങ്ങോട്ട് പോരുത്, അതെടുക്കരുത്, ഇതെടുക്കരുത് എന്നൊക്കെ പറയും. പക്ഷെ അതിന്റെ ദോഷം എന്താണെന്നോ, എടുത്താലുള്ള ഇല്ലെങ്കിൽ വേണ്ടവണ്ണം ഉപയോഗിക്കേണ്ടത് എങ്ങനെയാണെന്നോ, അതിന്റെ ഗുണദോഷങ്ങളെ പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കി അതെങ്ങനെയാണ് ശ്രേയോമാർഗത്തിലേക്ക് എത്തിക്കുക എന്നുള്ള വകതിരിവോടുകൂടി പറഞ്ഞു കൊടുക്കാൻ സാധിക്കണം നമുക്ക്. ഇവിടെ ഭഗവാൻ അതാണ് ചെയ്യുന്നത്. അതിന്റെ ഗുണദോഷങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ഇങ്ങനെ ചെയ്താൽ ഇങ്ങനെയാണ് അതിന്റെ ഗുണം വരിക, ചെയ്യാതിരുന്നാൽ വേണ്ട വിധത്തിൽ ശ്രദ്ധയോടുകൂടി ചെയ്തില്ലെങ്കിൽ അതൊരിക്കലും ഇഹത്തിലും പരത്തിലും പ്രയോജനപ്പെടുകയില്ല. ഇവിടെ ആർക്കാണ് ഉപദേശിക്കരുത് എന്ന് പറഞ്ഞു, എന്നാൽ ആർക്കാണ് ഉപദേശിക്കേണ്ടത്? യാ ഇമം പരമം ഗുഹ്യം മം ഭക്തേഷു അഭിദാശ്രുതി ഭക്തിം മയി പരാം കൃത്വ മാമേ വൈശത്യ സംശയം. പരമരഹസ്യമായ ഗീതാശാസ്ത്രത്തെ യാതൊരാൾ എന്നിൽ ഉത്തമ ഭക്തിയോടെ എന്റെ ഭക്തന്മാർക്കായിട്ട് ഉപദേശിച്ചു കൊടുക്കുന്നുവോ അവൻ നിസ്സംശയമായി എന്നെ തന്നെ പ്രാപിക്കും. ഭഗവാന് വേണ്ടിയിട്ട് ചെയ്യാവുന്ന ഏറ്റവും വലിയ പൂജാക്രമമാണ് ഈ ഏറ്റവും വലിയ ഭഗവാൻ പറഞ്ഞ ശാസ്ത്രത്തെ എത്തിക്കാവുന്നിടത്തൊക്കെ കാതുകളിൽ നിന്ന് കാതുകളിലേക്ക് എത്തിച്ചാൽ ആ ഭക്തനെ ആയിരിക്കും ഭഗവാൻ ഏറ്റവും പ്രിയം. ഇപ്പൊ നമ്മൾ തന്നെ നല്ല കാര്യം എന്തെങ്കിലും ആരോട് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അത് നമ്മൾ ഇന്ന ആള് പറഞ്ഞതാന്ന് പറഞ്ഞാൽ എത്രയെത്ര കാതുകളിൽ എത്തിക്കുന്നോ ആ വ്യക്തിക്ക്, ആ വ്യക്തികളോട്, അതായത് നമ്മൾ പറയുന്ന സന്ദേശത്തെ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുന്നവരോട് നമുക്ക് തന്നെ ഒരു പ്രിയം ഉണ്ടാകുമല്ലോ. ഇപ്പൊ ഞാൻ പറയുന്ന കാര്യം തന്നെ നിങ്ങൾ ഗീതാശാസ്ത്രത്തിന്റെ ശ്രേഷ്ഠത ഇന്നയാള് പറഞ്ഞത് ശ്രേഷ്ഠമാണ് എന്ന് പ്രചരിപ്പിച്ച് മറ്റാരെങ്കിലും ക്ലാസ്സിൽ ചേർക്കാനിട വന്നു കഴിഞ്ഞാൽ അപ്പൊ നിങ്ങളോട് എനിക്കൊരു താല്പര്യം ഉണ്ടാവും. ഇത് ഭൗതികമായൊരു വിഷയം. ഇതേപോലെ തന്നെ ഭഗവാൻ പറഞ്ഞിട്ടുള്ള ഗീതാശാസ്ത്രം താല്പര്യമുള്ളവര്, ഭഗവാന്റെ അനന്യഭക്തരായിട്ടുള്ളവർക്ക് വേണ്ടി ഉപദേശിച്ചാൽ, ഈ പരമരഹസ്യത്തെ പറഞ്ഞു കൊടുത്താൽ ആ ഭക്തനെ ഭഗവാൻ ഏറ്റവും ഇഷ്ടമായിരിക്കുന്നു. അപ്പൊ ഈ ഗീതാശാസ്ത്രം കേട്ടിട്ട് നിങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്താൽ ഭഗവാന്റെ പ്രീതി, എൻ്റെ പ്രീതിയേക്കാൾ ഉപരി ഭഗവാന്റെ പ്രീതി നേടാൻ ശ്രമിക്കുക. നമ്മൾ ഭക്തി മാർഗത്തിൽ നമ്മൾ ഏത് ദേവതയാണോ ഉപാസിക്കുന്നത് ആ ദേവന്റെ പ്രീതി ദേവനെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. അപ്പോൾ മാത്രമേ നമുക്ക് അതിനു വേണ്ടിയിട്ട് എന്തും ചെയ്യാൻ തയ്യാറാക്കാം. ഭഗവാന്റെ പ്രീതി നേടാൻ വേണ്ടിയിട്ട് അതിനു വേണ്ടിയിട്ട് നമുക്ക് ആ ത്യാഗ മനോഭാവം രജോഗുണാത്മകമായ പ്രവർത്തിക്കാനുള്ള ക്ഷമതയൊക്കെ ഉണ്ട്. അപ്പൊ ഈശ്വരനെ പ്രീതിപ്പെടുത്തലാണ് ഏറ്റവും വലിയ മുഖ്യധർമ്മം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഭഗവാനെ ഭഗവാൻ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് ആ പ്രവൃത്തികൾ നമ്മുടെ സ്വഭാവമാക്കി കർമ്മവാസനയാക്കി മാറ്റി അതിൽ ശ്രേഷ്ഠത നേടാൻ ശ്രമിക്കുക. അപ്പോൾ പരമരഹസ്യമായ ഗീതാശാസ്ത്രത്തെ ഭഗവാന്റെ പരമഭക്തന്മാരായിട്ടുള്ളവർക്ക് ഉപദേശിച്ചു കൊടുത്താൽ ഭഗവാൻ ഏറ്റവും കൂടുതൽ അങ്ങനെ ചെയ്യുന്ന വ്യക്തിയിൽ, ആ ഭക്തനിൽ ഏറ്റവും കൂടുതൽ പ്രിയമുള്ളവനായിട്ട് മാറും. അങ്ങനെയുള്ള ഭക്തൻ, അതായത് ഗീതോപദേശം മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുന്ന ഭക്തൻ ഭഗവാനെ പ്രാപിക്കും, സംശയമില്ല എന്ന് ഭഗവാൻ പറഞ്ഞു. വീണ്ടും ഒന്നോടെ സ്പഷ്ടത വരുത്തുകയാണ്. നജമാം തസ്മാൻ അനുശേഷു കശ്യന്മേ പ്രിയകൃതമ ഭവിതാൻ അജമേം തസ്മാൽ അന്യപ്രിയതരോ ഭവി. അവനേക്കാൾ, എൻ്റെ ഭക്തന്മാർക്ക് ഗീതാശാസ്ത്രം ഉപദേശിച്ചു കൊടുക്കുന്നവനേക്കാൾ എനിക്ക് അത്യന്തം പ്രിയങ്കരനായിട്ട് മനുഷ്യരിൽ ആരും തന്നെ മറ്റാരും ഉണ്ടാവുകയില്ല. എനിക്ക് അവനേക്കാൾ പ്രിയപ്പെട്ടവനായിട്ട് മറ്റൊരാൾ ഈ ഭൂമിയിൽ തന്നെ ഉണ്ടാവുകയില്ല എന്ന് ഭഗവാൻ പറഞ്ഞു. അപ്പം ഗീതാശാസ്ത്രം ഭക്തന്മാർക്ക് ഉപദേശിച്ചു കൊടുക്കുന്ന ഭക്തനെ പോലെ അത്യന്തം പ്രിയങ്കരനായിട്ട് ഈ മനുഷ്യലോകത്തിൽ മറ്റാരും ഉണ്ടാവുകയില്ല എന്നുകൂടി ഭഗവാൻ ഇവിടെ സ്പഷ്ടത വരുത്തുന്നു. ഇത് മാത്രമല്ല, അപ്പം ഭഗവാന് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ യജ്ഞഭാവനയോട് ചെയ്യാവുന്ന, അനായാസന ചെയ്യാവുന്ന ഏറ്റവും വലിയ ആ അനന്യഭക്തി പ്രകടമാക്കാനുള്ള യജ്ഞഭാവനയോടെ ഫലേച്ഛയില്ലാതെ ഈ ഗീതാശാസ്ത്രത്തെ ഭഗവാന്റെ ഭക്തർക്ക് വേണ്ടിയിട്ട് ഉപദേശിച്ചാൽ ഭഗവാന് ആ ഭക്തനെ പോലെ, അല്ലെങ്കിൽ ഗീതോപദേശം മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുന്ന ആ മനുഷ്യനെ ആയിരിക്കും ഭഗവാൻ ഏറ്റവും പ്രിയം എന്ന് പറഞ്ഞു. അവനെ പോലെ അത്യന്തം പ്രിയങ്കരനായിട്ട് ഈ ലോകത്തിൽ തന്നെ മറ്റൊരാളും ഉണ്ടാവുകയില്ല എന്നും പറഞ്ഞു. അതായത് ഭഗവാൻ പറഞ്ഞു തന്നിരിക്കുന്ന ഈ ശാസ്ത്രത്തെ മറ്റുള്ളവരിലേക്ക് എത്തിച്ചാൽ ഭഗവാൻ ഏറ്റവും ബഹുമാനിക്കുന്നത് അത്തരത്തിലുള്ള ഭക്തരെ ആയിരിക്കും എന്നർത്ഥം. ഇത് മാത്രമല്ല, അധ്യേഷേതേജായിമം ധർമ്മ്യം സംവാദമാവയോ ജ്ഞാനയജ്ഞേന തേനാഹം ഇഷ്ടസ്യാമിതി മേമതി.
മാത്രമല്ല നാം തമ്മിലുണ്ടായ ധർമ്മപരമായ ഈ സംവാദത്തെ യാതൊരാൾ പഠിക്കുന്നുവോ അവനാൽ ഞാൻ ജ്ഞാനയജ്ഞം കൊണ്ട് ആരാധിക്കപ്പെട്ടവനായിട്ട് ഭവിക്കുന്നതാണ് എന്റെ അഭിപ്രായം. അതായത് ഈ ധർമ്മപരമായ ഈ ശ്രീകൃഷ്ണ അർജുന സംവാദത്തെ പഠിക്കുന്നയാൾ ജ്ഞാനയജ്ഞത്താൽ ഭഗവാനെ ആരാധിച്ചവനായിട്ട് ഭവിക്കും. അതായത് വേദവൈദിക പഞ്ചദ്രവ്യങ്ങളെ കൊണ്ട് ഭഗവാന്റെ വിഗ്രഹം പ്രതിഷ്ഠിച്ച് അതിന്റെ മുമ്പിലിരുന്ന് നമ്മൾ ശ്രേഷ്ഠമായിട്ട് ഒരു പൂജ ചെയ്യുന്നതിലും ശ്രേഷ്ഠമാണ് ഗീതാശാസ്ത്രം സ്വയം പഠിച്ച് മറ്റുള്ളവർക്ക് പഠിപ്പിക്കുന്നത്. ഏറ്റവും ഭഗവാനെ പ്രസാദിപ്പിക്കാനുള്ള ഏറ്റവും വലിയ ആധ്യാത്മിക മാർഗത്തിലുള്ള പൂജയാണെന്നാണ് പറയുന്നത്. ഭഗവാനെ അനന്യമായിട്ട് ആരാധിക്കുന്നതിന് ഉള്ള എളുപ്പമാർഗം ഗീതാശാസ്ത്രം യഥാവിധി പഠിക്കുകയും അത് മറ്റുള്ളവർക്ക് ഭക്തന്മാരാക്കിയിട്ട് ഉപദേശിക്കുകയും ചെയ്താൽ ഭഗവാൻ ഏറ്റവും പ്രിയമുള്ള ഭക്തനായിട്ട് ആ വ്യക്തി മാറും, ആ മനുഷ്യൻ മാറും എന്നുകൂടി പറഞ്ഞുകൊണ്ടാണ് ഈ ഗീതോപദേശം പരിസമാപിക്കുന്നത്. അതുകൊണ്ട് അത് വളരെ ശ്രദ്ധയോടെ എന്ന് പറഞ്ഞാൽ ശ്രദ്ധാവാൻ അനസൂയച്ച ശൃണുയാദവിയോ നര സോ അഭിമുക്ത ശുഭാം ലോകാൻ പ്രാപ്നുയാൻ പുണ്യകർമ്മണ. ശ്രദ്ധയോടുകൂടിയവനും നിന്ദാരഹിതനായിട്ട് ഏതൊരു മനുഷ്യൻ ഈ ഗീതാശാസ്ത്രത്തെ കേൾക്കുകയെങ്കിലും ചെയ്യുന്നുവോ അവനും പാപങ്ങളിൽ നിന്നും മുക്തനായി പുണ്യകർമ്മം ചെയ്തവർക്കായിട്ടുള്ള ശുഭലോകങ്ങളെ പ്രാപിക്കും. അതായത് ശ്രദ്ധയോടുകൂടി ഗീതാശാസ്ത്രം കേൾക്കാനെങ്കിലും അവസരം ലഭിച്ച് അത് കേട്ടാൽ ഗീതാശാസ്ത്രത്തെ വെറുതെ കേട്ടത് കൊണ്ടായില്ല എന്നുകൂടി ഇതിൽ നിന്ന് മനസ്സിലാക്കണം. ശാസ്ത്രവാക്യങ്ങളിലെ ആശയങ്ങൾ കണ്ടെത്തുകയും അവയ്ക്ക് അനുസരണമായിട്ട് ജീവിതത്തെ ക്രമപ്പെടുത്തുകയും ചെയ്യുന്നതാണ് ശ്രദ്ധ എന്ന് പറയുന്നത്. അതായത് ഭഗവാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, ശാസ്ത്രങ്ങൾ പഠിക്കണം, പുരാണങ്ങൾ പഠിക്കണം, വേദ-ഇതിഹാസങ്ങളും അതിന്റെ ആന്തരിക രഹസ്യതയും മനസ്സിലാക്കണം, ഗുരുക്കന്മാർ ഉപദേശിച്ചിട്ടുള്ളതും കേൾക്കണം, അത് പഠിക്കണം. അതൊക്കെ പുസ്തക രൂപത്തിൽ, സംവാദ രൂപത്തിലൊക്കെ ഉപനിഷത്തുകളൊക്കെ പരസ്പര സംവാദ രൂപത്തിലാണ് നമ്മുടെ മുമ്പിൽ തത്വശാസ്ത്രത്തെ ചർച്ച ചെയ്താണ് തീരുമാനിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പൊ അതൊക്കെ പഠിക്കണം. എന്റെ ഉപദേശങ്ങളും കേൾക്കണം. അതായത് ഗീതാശാസ്ത്രമൊക്കെ ശരിക്കും ശ്രദ്ധയോടെ പഠിച്ചിട്ട് ഇത് പ്രായോഗിക തലത്തിൽ എത്തിച്ച് ചിലതൊക്കെ സ്വയം കണ്ടെത്തണം. ഇതിന്റെ യഥാർത്ഥത്തിലുള്ള രഹസ്യം നമ്മൾ അനുഭവിച്ചറിയുമ്പോഴേ, കാരണം ഓരോരുത്തരുടെയും സ്വഭാവം വ്യത്യസ്തമായതുകൊണ്ട് ആ വ്യത്യസ്തമായുള്ള അനുഭവങ്ങളായിരിക്കും ഉണ്ടാകുക. അവരുടെ കർമ്മവാസനയും അവരുടെ സ്വഭാവം അനുസരിച്ചുകൊണ്ട് ഗീതാശാസ്ത്രത്തെ തന്നെ വെറുതെ കേട്ടതുകൊണ്ടായാലും ശ്രദ്ധയോടെ കേട്ടിട്ട് അത് ചിന്തയിലും വാക്കിലും പ്രവൃത്തിയിലും കൊണ്ടുവരുമ്പം അതിന്റെ വ്യത്യസ്തമായ അനുഭവങ്ങളായിരിക്കും ഉണ്ടാകുക. അപ്പം ചിലതൊക്കെ കണ്ടെത്തണം എന്ന് പറഞ്ഞാൽ അവരവരുടെ സ്വഭാവവും കർമ്മവാസനയും അവരവരുടെ കഴിവുകളും വെച്ചുകൊണ്ട് ചില അനുഭവങ്ങളിലൂടെ മാത്രമേ യഥാർത്ഥത്തിൽ നമ്മൾക്ക് ഇൻഡിവിജ്വലായിട്ട് ചിലതൊക്കെ ഈശ്വരതത്വത്തെ കണ്ടെത്താൻ സാധിക്കും. അത് ആണ് കാലക്രമത്തിൽ അത് സാധിക്കും. അപ്പൊ തുടക്കത്തിൽ ഈ ഗീതാശാസ്ത്രമൊക്കെ പഠിക്കുന്നത് തന്നെ ശ്രദ്ധയോടെ പഠിക്കണം. കേൾക്കുകയാണെങ്കിലും ശ്രദ്ധയോടെ കേൾക്കണം. എങ്ങനെ ശ്രദ്ധയോടെ കേൾക്കണം? നമ്മുടെ ചിന്തയിലും വാക്കിലും പ്രയോജനപ്പെടുത്തുന്ന വിധത്തിൽ എങ്ങനെ ഇതിനെ യൂട്ടിലൈസ് ചെയ്യാം എന്ന് ഫോളോ ചെയ്യാൻ സാധിക്കണം. അപ്പോഴേ ഇതിന്റെ യഥാർത്ഥ പ്രയോജനത്തെ നമുക്ക് മനസ്സിലാവുള്ളൂ എന്നർത്ഥം. അപ്പൊ ഈശ്വരനെയും ഗുരുവിനെയും നിന്ദിക്കുന്നവന് ഗീതോപദേശം സ്വീകരിക്കാൻ പാടില്ല, ഇല്ലെങ്കിൽ ഗീതോപദേശം ചെയ്യരുത് എന്ന് പറഞ്ഞതിന് കാരണം ഇതൊക്കെ തന്നെയാണ്. കാരണം ശ്രദ്ധയില്ലാതെ അവരത് പഠിക്കാനിടവരും. അതുകൊണ്ട് ആ ശ്രദ്ധയുണ്ടാക്കേണ്ടതാണ് ഏറ്റവും വലിയ ശ്രേഷ്ഠത എന്നർത്ഥം. കശ്ചിതേ ശ്രുതം പാർത്ഥ ത്വൈകാഗ്രേണ ചേതസ കച്ചിത ജ്ഞാനസമ്മോഹ പ്രണസചേതനം ചെയ്യാം. അർജുന, ഞാൻ ഇതുവരെ ഉപദേശിച്ചതെല്ലാം ഏകാഗ്രമായ മനസ്സോടെ നീ കേട്ടുവോ? അജ്ഞാന നിമിത്തം നിനക്കുണ്ടായ വ്യാമോഹം നീങ്ങിയോ? അർജുന, അതുകൊണ്ട് ഒരു ചോദ്യം കൂടെ ചോദിച്ചുകൊണ്ടാണ് ഭഗവാൻ 72 ഇതുവരെ പറഞ്ഞ കാര്യങ്ങളും എങ്ങനെയൊക്കെ അതിനെ ഉപയോഗിക്കണം, നീ ആർക്കൊക്കെയാണ് പറഞ്ഞു കൊടുക്കേണ്ടത്, അതിന്റെ പരിണിത ഫലങ്ങൾ എന്താ, അതിന്റെ ഗതിവിഗതികൾ എന്താ, കർമ്മത്തിന്റെ ഗതി എന്താന്നും കൂടെ വരാൻ പോകുന്ന കാര്യങ്ങൾ കൂടി ഭഗവാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞ പ്രകാരം നീ ഇത് ശ്രദ്ധയോടെയാണോ കേട്ടത്? അപ്പൊ ശ്രദ്ധയോടെ കേൾക്കണം, എങ്കിൽ മാത്രമേ അത് പ്രയോജനപ്പെടുകയുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ ഇത്രയും നേരം ഉപദേശിച്ചതൊക്കെ ദിവ്യദൃഷ്ടിയൊക്കെ കൊടുത്തിട്ടോ ഇല്ലെങ്കിൽ ആ കഴിവുകളൊക്കെ പാപരാഹിത്യം
യാഥാർത്ഥ്യം വന്ന ആളാണ്. നീ ഇതുവരെ കേട്ടത് ശ്രദ്ധയോടെയാണോ കേട്ടത്? എന്താണ് നിന്റെ സ്ഥിതി? ഇവിടെ അർജുനന്റെ ഫീഡ്ബാക്ക് എടുക്കുകയാണ് ഭഗവാൻ. ഇതുവരെ പറഞ്ഞ കാര്യങ്ങളൊക്കെ, ഇതുവരെ ഉപദേശിച്ചതെല്ലാം ഏകാഗ്രമായ മനസ്സോടെ നീ കേട്ടുവോ? എത്രമാത്രം ശ്രദ്ധ നിനക്കുണ്ടായിരുന്നു? അജ്ഞാന നിമിത്തം നിനക്കുണ്ടായിരുന്ന സംശയമെല്ലാം നീങ്ങിയോ എന്ന ഒരു ഫീഡ്ബാക്കും കൂടെ ചോദിച്ചുകൊണ്ടാണ് ഈ ഉപദേശം പൂർണ്ണമായിട്ടും ഭഗവാൻ ഇവിടെ സമർപ്പിക്കപ്പെടുന്നത്. അതുകൊണ്ട് നമ്മളും ഗീതാശാസ്ത്രം പഠിച്ചിട്ട് അതിൻ്റെ ഒരു ക്ലാസ് കഴിഞ്ഞാൽ തന്നെ അതിൻ്റെ ഫീഡ്ബാക്ക് എന്താണെന്ന് ഞാൻ തന്നെ ചോദിക്കാറുണ്ട്. നിങ്ങൾ എത്രമാത്രം ശ്രദ്ധയോടാണ് ഇത് കേട്ടത്? എന്തെങ്കിലും നിങ്ങൾക്ക് ജീവിതത്തിൽ ഇതുകൊണ്ട് പ്രയോജനപ്പെടുന്ന വിധത്തിൽ നിങ്ങൾ ഇത് കേട്ടിട്ടുണ്ടോ? എന്താണ് നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇതൊക്കെ പഠിച്ചിട്ട് എന്നൊക്കെ ഞാൻ കുട്ടികളോടാണെങ്കിലും ഇല്ലെങ്കിൽ സ്കൂൾ കുട്ടികളോടാണെങ്കിൽ ടെസ്റ്റ് തന്നെ ഇടാറുണ്ട്. ഒരു സിലബസ് ഒക്കെ രൂപീകരിച്ച് അതിൽ ചില ചോദ്യോത്തരങ്ങളൊക്കെ തയ്യാറാക്കി അവരെ അതും പഠിപ്പിച്ച് അതിൻ്റെ അവസാനം ക്ലാസ് ഒക്കെ കംപ്ലീറ്റ് ആകുന്ന സമയത്ത് ഒരു ടെസ്റ്റ് തന്നെ ഇപ്പൊ നടത്തുന്ന രീതി ഞാൻ ഫോളോ ചെയ്യാറുണ്ട്. അപ്പൊ അതുപോലെ ഭഗവാൻ ഇവിടെ ഫീഡ്ബാക്ക് എടുക്കുക. അർജുൻ ഇത്രയൊക്കെ ഉപദേശം നടത്തിയിട്ട് അർജുന്റെ സ്ഥിതി എന്താണെന്നും കൂടെ ഭഗവാൻ അന്വേഷിക്കുന്നുണ്ട്. ഒരു ഭഗവാൻ ഗുരുവിന്റെ സ്ഥാനത്തിരിക്കുന്ന ആൾക്ക് അങ്ങനെ ഒരു ഉത്തരവാദിത്വം കൂടെയുണ്ട്. ഞാൻ പഠിപ്പിച്ചു വിടുന്ന കുട്ടികൾ എത്രമാത്രം സ്റ്റാൻഡേർഡിൽ എത്തിയിട്ടുണ്ട് എന്ന ഫീഡ്ബാക്ക് നമ്മള് ആ ഗുരുസ്ഥാനത്തിരിക്കുന്നയാൾ എടുക്കണം. വെറുതെ തത്തമ്മേ പൂച്ച പൂച്ച എന്ന് പറയുന്ന പോലെ നമ്മൾ ചെയ്യാനുള്ള ധർമ്മ എൻ്റെ ഡ്യൂട്ടിയാന്ന് പറഞ്ഞിട്ട് അതും ഈ ജോലി ഉണ്ടല്ലോ അതുകൊണ്ട് പഠിക്കാനുള്ളതൊക്കെ പഠിപ്പിക്കണേ, വേണമെങ്കിൽ ആവശ്യമുള്ളവർ പഠിച്ചോളൂ എന്ന് പറഞ്ഞ രീതിയിൽ പഠിപ്പിച്ചിട്ട് കാര്യമില്ല എന്നർത്ഥം. ഒരു ഗുരുവിന്റെ ഉത്തരവാദിത്വമാണ് നമ്മൾ പഠിപ്പിച്ച് വിടുന്ന എല്ലാവർക്കും ഒരേപോലെ ശ്രദ്ധയും ഇല്ലെങ്കിൽ അതുപോലെ പഠിക്കാനുള്ള ബുദ്ധിയോ എല്ലാവർക്കും ഒരുപോലെയൊന്നും ഉണ്ടാവില്ല. എന്നാലും ഇടയ്ക്കിടയ്ക്ക് അവരുടെ ഫീഡ്ബാക്ക് എടുത്താൽ അവരെ അന്വേഷിക്കുന്നുണ്ട്. അവരെത്രമാത്രം ആ ഫീഡ്ബാക്ക് എടുത്തോണ്ടിരിക്കുമ്പോഴായിരിക്കും പഠിത്തത്തിൽ ശ്രദ്ധയുള്ളൂ. ഇല്ലെങ്കിൽ ഹോംവർക്ക് പോലും കറക്റ്റായിട്ട് ചെയ്യില്ല. ടീച്ചറൊന്നും ചോദിക്കില്ല, പിന്നെ ഇപ്പൊ ചെയ്തില്ലേലും പ്രശ്നമൊന്നുമില്ല. ഇങ്ങനെ കുഴപ്പിക്കഴിക്കുന്നവർക്ക് അതൊരു അവസരമായിട്ട് ഉണ്ടാകും. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് നീ കേൾക്കുന്നത് പറയുന്നതെല്ലാം കേൾക്കുന്നുണ്ടോ, എന്താ നീ മനസ്സിലാക്കിയെന്നൊക്കെ ചോദിക്കുന്നത് നല്ലതാണത്. പ്രായോഗികത്തിൽ ഗീതയൊക്കെ ഇങ്ങനെ പ്രയോജനപ്പെടുത്തും. ഭഗവാൻ ഇപ്പൊ അർജുനന്റെ ഫീഡ്ബാക്ക് എടുക്കുന്നതിന്റെ ഉദ്ദേശം എന്താ? അർജുൻ എന്തുമാത്രം ശ്രദ്ധയോടെയാണെന്ന് കേട്ടത്. ഇതേ സമയത്ത് തന്നെ സഞ്ജയൻ കേട്ടിട്ടുണ്ട്. അതേ സമയത്ത് തന്നെ സഞ്ജയൻ ഇതൊക്കെ അക്ഷരം പ്രതി തെറ്റാതെ ധൃതരാഷ്ട്രക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഈ മൂന്ന് പേരുടെയും ഗതിവിഗതികൾ തന്നെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. അർജുനും ജ്ഞാനദൃഷ്ടി ഉണ്ടായിരുന്നു, അതേപോലെ തന്നെ സഞ്ജയനും ഉണ്ടായിരുന്നു. എന്നാൽ ആ ജ്ഞാനദൃഷ്ടി അന്ധനായിരിക്കുന്ന ധൃതരാഷ്ട്രക്ക് കൊടുക്കാന്ന് പറഞ്ഞിട്ടും വാങ്ങിയില്ല. എന്നിട്ട് ഇത് പറഞ്ഞു കൊടുക്കുമ്പോൾ തന്നെ ഇടയ്ക്കിടയ്ക്ക് ശ്രദ്ധ തെറ്റുന്നത് സഞ്ജയൻ തന്നെ മനസ്സിലാക്കിയിട്ട് അങ്ങ് ഞാൻ പറയുന്ന കേൾക്കുന്നുണ്ടോ. എന്നാലും ഓരോരുത്തർ മരിച്ചു എന്നൊക്കെ കേൾക്കുമ്പോൾ വികാരാധീനനാകുന്നതും ആ ദുഃഖം ആ താപത്രയങ്ങളിൽ മുങ്ങുന്നതും ഒക്കെ ധൃതരാഷ്ട്രക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ അവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. അത് സ്വയം എനിക്ക് മനക്കരുത്തില്ല എന്ന് പറഞ്ഞതിൻ്റെയൊക്കെ പ്രകടഭാഗം കേൾക്കണ്ട എന്നൊക്കെ വിചാരിച്ച് എനിക്കിതൊന്നും അറിയണ്ടെന്ന് വിചാരിച്ചാണ് വ്യാസനോട് വേണ്ടാന്ന് പറഞ്ഞെങ്കിലും അത് സഞ്ജയൻ പറഞ്ഞു കൊടുക്കുന്നതനുസരിച്ച് വികാരാധീനനാകുന്നതൊക്കെ നമുക്ക് ധൃതരാഷ്ട്രത്തിൽ നിന്ന് മനസ്സിലാക്കാം. അപ്പൊ ശ്രദ്ധയില്ലാതെ കേട്ടാൽ അതിൽ കൂടുതൽ താല്പര്യമില്ലാതെ അവിടുത്തെ റിസൾട്ട് മാത്രമേ ആവശ്യമുള്ളൂ. ഭഗവാൻ പറഞ്ഞ ഉപദേശം ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ് ധൃതരാഷ്ട്രന്റെ മനസ്സ് ഇടയ്ക്കിടയ്ക്ക് തളർന്നത്. അപ്പൊ ശരീരം തളർന്നാലും മനസ്സ് തളരാതെ സൂക്ഷിക്കുന്ന വിധത്തിൽ ഗീതാശാസ്ത്രം നമുക്ക് തത്വജ്ഞാനത്തിന്റെ പ്രയോജനം ജീവിതത്തിൽ ഉണ്ടാകുന്ന വിധത്തിലായിരിക്കണം അതിന്റെ ഫീഡ്ബാക്ക് ഉണ്ടാക്കാൻ. ഫീഡ്ബാക്ക് നമ്മളുണ്ടാക്കുന്ന കണ്ടെത്തണം യഥാർത്ഥ ശാസ്ത്രത്തെ യഥാവിധി മനസ്സിലാക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ ഭഗവാൻ അർജുനോട് ചോദിക്കുന്നത്, കശ്ചിതേ ശ്രുതം പാർത്ത ത്വൈകാഗ്രേണ ചേതസ കച്ചിത ജ്ഞാനസമ്മോഹ പ്രണസചേതനഞ്ജയ. അർജുന, ഞാൻ ഇതുവരെ ഉപദേശിച്ചതെല്ലാം ഏകാഗ്രമായ മനസ്സോടെ നീ കേട്ടുവോ? അജ്ഞാന നിമിത്തം നിനക്കുണ്ടായ വ്യാമോഹം നീങ്ങിയോ? ഈ ചോദ്യത്തിന്റെ ഉത്തരം നമുക്ക് അടുത്ത ക്ലാസ്സിൽ എന്താണെന്ന് ശ്രദ്ധിക്കാം. ഇത് സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഹരി ഗോവിന്ദ. എല്ലാവരും ഇതുവരെ 18 അധ്യായം പൂർണ്ണമാകുന്നു. അടുത്ത ക്ലാസ്സോടുകൂടി മോക്ഷസന്യാസ യോഗം എന്ന ഈ ഗീതാശാസ്ത്രത്തിന്റെ 2ാമത്തെ ബാച്ച് ക്ലാസ് അവസാനിക്കും. അപ്പോൾ എല്ലാവരും അർജുന്റെ ചോദ്യം ഉത്തരം എന്താണെന്ന് ചോദ്യം എന്താണെന്ന് ഭഗവാൻ ഫീഡ്ബാക്ക് എടുക്കാൻ അർജുനോട് ചോദിച്ചു. ഇതേപോലെ
എല്ലാവരോടും ഞാൻ ഈ ഗീതാശാസ്ത്രം അർജുനനോട് ചോദിച്ചു, ഭഗവാൻ ചോദിച്ച പോലോട് തന്നെ ഞാൻ ചോദിക്കുന്നു. നിങ്ങൾ എല്ലാവരും, ക്ലാസ്സിലുള്ളവർ എല്ലാവരും ഗീതാശാസ്ത്രത്തെ യഥാവിധി ശ്രദ്ധയോടെ കേട്ടോ? എന്താണ് നിങ്ങൾക്ക് ഇതിൽ നിന്നും തത്വജ്ഞാനത്തിന്റെ പ്രയോജനം എന്താണെന്ന് മനസ്സിലായോ? അതേപോലെ അജ്ഞാന നിമിത്തം നിങ്ങൾക്കുണ്ടായിരിക്കുന്ന വ്യാമോഹങ്ങളും ഇല്ലേ, ഭൗതികമായ ആ വിഷയങ്ങളിലുള്ള വ്യാപനവും, ഇന്ദ്രിയ വ്യാപനവും, മനസ്സിന്റെ വ്യാപനവും എത്രമാത്രം നിങ്ങൾക്ക് ഗീതാശാസ്ത്രം കേട്ടിട്ട് അതിന്റെ ഗതിവിഗതികളെ, നമ്മുടെ സ്വഭാവത്തിൽ ഇല്ലേ കർമ്മവാസനകൾ എങ്ങനെയൊക്കെ നിങ്ങൾക്കത് നിങ്ങളെ ബാധിച്ചിട്ടുണ്ട്, അത് ഏതൊക്കെ തരത്തിൽ ജീവിതത്തിൽ പ്രയോജനപ്പെടുത്താൻ നിങ്ങൾക്ക് സാധിക്കും എന്ന് അവരവർ തന്നെ അവരുടെ ഫീഡ്ബാക്ക് എടുത്ത് എനിക്ക് അയച്ചു തരാൻ കൂടി താല്പര്യപ്പെടുന്നു. ഈ സർവത്ര നേരിട്ടുള്ള വാട്സപ്പ് മെസ്സേജിലോ ഇല്ലെങ്കിൽ ഗീതാശാസ്ത്ര ഈ ക്ലാസ് കഴിയുമ്പോൾ ഞാൻ ഗ്രൂപ്പ് തന്നെ തുറന്നു തരുന്നതായിരിക്കും. ഇപ്പോൾ തുറന്നു തരാത്തത് പലതരത്തിലുള്ള മെസ്സേജും ആവശ്യമുള്ളതും ഇല്ലാത്തതും ഒക്കെ വരുന്നത് കൊണ്ടാണ്. ഇനി ഇത് ക്ലാസ് കഴിയുമ്പം ഒരാഴ്ചത്തെ, ഒരു മാസം വരെ ഞാനിത് ഫീഡ്ബാക്ക് എടുക്കാൻ വേണ്ടിയിട്ട് തുറന്നു വയ്ക്കും. അപ്പോൾ എല്ലാവരും അവരവരുടെ അഭിപ്രായങ്ങളും ഇല്ലെങ്കിൽ അവരവർക്ക് ഉണ്ടായ അതിൻ്റെ ശ്രേയോ മാർഗമില്ലേ, എത്തരത്തിൽ നിങ്ങൾക്ക് അതിനെ തത്വജ്ഞാനത്തിന്റെ പ്രയോജനം നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ട് എന്നുള്ളത് എന്നെ അറിയിക്കാൻ താല്പര്യപ്പെടുന്നു. അതനുസരിച്ചുകൊണ്ട് സംശയങ്ങളുണ്ടെങ്കിലും തുറന്ന മനസ്സോടെ തന്നെ ചോദിക്കാം എന്ന് അപേക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാസ് നമുക്കിവിടെ സമർപ്പിക്കാം. ഇനി അടുത്ത ഒരു ക്ലാസ്സോടുകൂടി ഈ അധ്യായം സമർപ്പിക്കുന്നതായിരിക്കും. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഹരി ഗോവിന്ദ. ഓം സ്വസ്തി പ്രജാഭ്യാം പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മഹീശാ ഗോബ്രാഹ്മണേഭ്യഃ സുഖം ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി.